بسم الله الرحمن الرحيم إن الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على من أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد ആദരണീയരായ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ പഠിതാക്കളെ, വെളിച്ചം ബാലവെളിച്ചം ഖുർആൻ അന്താരാഷ്ട്ര പാഠ്യപദ്ധതിയുടെ പഠിതാക്കളെ, പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ യുവജന വിഭാഗമായ ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ QHLS വെളിച്ചം എറണാകുളം ജില്ലാ സംഗമം അത് നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുകയും അതിന്ന് ഇതിൻ്റെ ആരംഭം കുറിക്കുകയും ചെയ്യുകയാണ്. ഖുർആൻ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. ഖുർആനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി അറിയുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും വേണം. ചില ആളുകളാകട്ടെ ഖുർആൻ പഠിക്കേണ്ടതില്ല എന്നും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടതില്ല എന്നും ഖുർആൻ പാരായണം ചെയ്യേണ്ടത് പ്രത്യേകമായി കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ് എന്നും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കൽ നിർബന്ധമില്ല എന്നുമെല്ലാം എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഖുർആൻ ജനങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഖുർആൻ ജനങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്ന് ഖുർആൻ ജനകീയമാക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത്. ഖുർആനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഹുവ കലാമുല്ലാഹിൽ മുനസ്സൽ അലാ റസൂലിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അല്ലാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണത്. അതാകട്ടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇറക്കപ്പെട്ടതുമാണ്. ജിബ്രീൽ മലക്ക് മുഖേന വഹിയിലൂടെ അള്ളാഹു ഇറക്കിക്കൊടുത്ത അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. ഈ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതൊരു അവസരത്തിലാണ് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ചരിത്രത്തിൽ ഗസ്വത്തുൽ യമാമ യുദ്ധത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയവരാണ്. ധാരാളം ഖുർആൻ ഹൃദിസ്ഥമാക്കിയ ഹാഫിളീങ്ങൾ ആയിട്ടുള്ള സഹാബാക്കൾ അവരെ കൊന്നടങ്കം കൊന്നുകളഞ്ഞ, വധിച്ചു കളഞ്ഞ ഒരു യുദ്ധമാണ് ഗസ്വത്തുൽ യമാമ. ആ യുദ്ധത്തിൽ ധാരാളം ഹാഫിളീങ്ങൾ മരണപ്പെട്ടപ്പോൾ ഖുർആൻ ഈ ഭൂലോകത്ത് നിലനിൽക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുകയാണ്, ഈ ഖുർആൻ ഒന്ന് നമുക്ക് ക്രോഡീകരിക്കണമെന്ന്. കുറേ ചർച്ചകൾക്ക് ശേഷമാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കപ്പെടുന്നത്. ഒരു ഭാരിച്ച ഉത്തരവാദിത്വമാണത്. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്യണോ എന്ന നിലയിൽ പിന്മാറുകയും അവസാനം നിർബന്ധിതമായ നിലയിൽ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അത് ഏറ്റെടുക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ആ ഖുർആൻ പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്താണ് വിവിധങ്ങളായ രാജ്യങ്ങളിലേക്ക് അത് അയക്കുകയും ആ ഗ്രന്ഥമാണിപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഉസ്മാനി പ്രിൻ്റോട് കൂടിയ
വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്. എന്താണിത് പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ? നമ്മളേറെ മനസ്സിലാക്കേണ്ടതാണ്. ഖുർആനിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിലൂടെ കുറേ ദുരന്തങ്ങളിലേക്ക് എത്തിപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അള്ളാഹു ആരാണ് എന്നും അള്ളാഹു എങ്ങനെയുള്ളവനാണ് എന്നും അള്ളാഹുവിൻ്റെ അഫ്ആലുകൾ എന്തെല്ലാമാണ് എന്നും കൃത്യമായി നമ്മൾ അറിയേണ്ടതുണ്ട്. അത് വിശുദ്ധ ഖുർആനിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇമാം സഅദി റഹിമഹുല്ലാ അദ്ദേഹം ഖുർആൻ പഠനത്തിൻ്റെ ഫവായിദുകൾ, പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്നാമതായി കൊണ്ട് അദ്ദേഹം വിശദീകരിച്ചത് യുഖവ്വിൽ ഈമാൻ ഫീ ഖൽബിൽ മുസ്ലിം. ഒരു മുസ്ലിമിൻ്റെ ഖൽബിൽ, ഒരു മുസ്ലിമിൻ്റെ ഹൃദയത്തിൽ ഈമാൻ ശക്തിപ്പെടുക എന്നുള്ളതാണ്, ഈമാൻ സുദൃഢമാകുക എന്നുള്ളതാണ്. ആ ഈമാൻ നഷ്ടപ്പെടുമ്പോഴാണ് നിർഭയത്വം തന്നെ നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ഭയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും സ്വസ്ഥതയില്ലാത്തൊരു ജീവിതം നയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ, ആ ഖുർആനിലേക്ക് നമ്മൾ കടന്നു വരണം നമ്മുടെ ഈമാനെ സുദൃഢമാക്കാൻ. എന്തെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളുമുണ്ടോ? എൻ്റെ ചുറ്റുപാടിൽ നിന്ന് എല്ലാം ഒലിച്ചുപോയാലും, എൻ്റെ ചുറ്റുപാടിൽ നിന്ന് എല്ലാവരും നഷ്ടപ്പെട്ടാലും എനിക്കെൻ്റെ റബ്ബുണ്ട് എന്ന ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന പ്രവാചകന്മാരുടെ മാതൃക നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണമെങ്കിൽ ഖുർആനിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടതുണ്ട്. ആ ഖുർആനിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കുന്നതിലൂടെ നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. വയസീദു, ആ ഈമാനെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുഅരിഫുൽ അബ്ദ ബിറബ്ബി, തൻ്റെ റബ്ബിനെ സംബന്ധിച്ചുള്ളൊരു തിരിച്ചറിവ് ഖുർആൻ പഠനത്തിലൂടെ ലഭിക്കുമെന്നുള്ളതാണ്. തൻ്റെ അടിമ തൻ്റെ റബ്ബിനെ സംബന്ധിച്ചുള്ള തിരിച്ചറിവിലേക്ക് എത്തുന്നത് വിശുദ്ധ ഖുർആനിലേക്കാണ്. അതുകൊണ്ടാണ് പല ആളുകളും ഖുർആൻ പഠിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ളൊരു ഗാനം നമുക്കറിയാം. ആരാണ് പടച്ചോൻ എന്ന് ചോദിക്കുന്ന നിമിഷത്തിൽ ഇതാ നമ്മുടെ മുമ്പിൽ നാം പടച്ചോനെ പരിചയപ്പെടുത്തുകയാണ് എന്ന നിലയിൽ ഷേഖ് മടവൂരിനെ, CM മടവൂരിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹമാണ് നമ്മുടെ പടച്ചോൻ എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തുന്നത് ഈ ഖുർആനിൻ്റെ പഠനത്തിൻ്റെ ഭാവമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടി? തൻ്റെ റബ്ബിനെ തിരിച്ചറിയാനും വയുഖർരിബുഹു ഇലല്ലാഹ്, ആ അടിമക്ക് തൻ്റെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനും വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ ഫയഅലമുൽ അബ്ദു അന്ന സിഫാത്തിൽ കമാലി ലില്ലാഹി തആല വഹ്ദ, അല്ലാഹുവിന് മാത്രമാണ് സിഫാത്തുൽ കമാൽ, പരിപൂർണമായ എല്ലാ ഗുണങ്ങളും ഒത്തുചേരുന്നത് അള്ളാഹുവിലാണ് എന്ന തിരിച്ചറിവ് കിട്ടണമെങ്കിൽ വിശുദ്ധ ഖുർആനിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ ഒരു അടിമക്ക് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ എന്തെല്ലാമാണ് എന്ന് തിരിച്ചറിയുകയാണ്. ആ സിഫാത്തുകൾ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരിലേക്ക് വെച്ചു കൊടുക്കാൻ അവർക്കിഷ്ടമല്ല. മനസ്സിലുള്ളത് പോലും അറിയുന്നവനാണ് ലോക റബ്ബ് എങ്കിൽ ആ മനസ്സിനെ തിരിച്ചറിയുന്നവൻ മറ്റുള്ളവരാണ് എന്ന് പറയാൻ ഈ ഖുർആൻ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. തൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് ഖുർആനിലൂടെ തിരിച്ചറിഞ്ഞാൽ എന്നെ സൃഷ്ടിച്ചതും എന്നെ പരിപാലിക്കുന്നതും എൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എൻ്റെ റബ്ബാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ തിരിച്ചറിവ് ലഭിച്ചതിലൂടെ എൻ്റെ റബ്ബിൻ്റെ ഏതെങ്കിലും ഒരു ഗുണം മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ അവൻ കൂട്ടാക്കില്ല. അതാണ് ഖുർആൻ പഠനത്തിലൂടെ വരേണ്ടത്. വഹുവ യതനസ്സഹു അൻ കുല്ലി നഖ്സ്, എല്ലാ ന്യൂനതകളിൽ നിന്നും എല്ലാ പോരായ്മകളിൽ നിന്നും അവൻ യതനസ്സഹു, അവൻ സുബ്ഹാനയാണ്, പരിശുദ്ധനാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഖുർആനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുക. ഖുർആൻ എളുപ്പമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരധ്യായത്തിൽ 4 പ്രാവശ്യമാണ് അടിക്കടിക്കൊണ്ട് ആവർത്തിച്ച് പറയുന്നത്. എന്താണ്? وَلَقَدْ يَسَّرْنَا الْقُرْآنَ لِلذِّكْرِ فَهَلْ مِن മുദ്ദക്കിർ. ഈ ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. സൂറത്തുൽ ഖമറിലെ 4 വചനങ്ങളാണത്. 17, 22, 32, 40 ആയത്തുകളിലൂടെ അല്ലാഹു പറയുന്നു വലഖദ് യസ്സർനൽ ഖുർആൻ,
തീർച്ചയായും നാം ഖുർആനിനെ എളുപ്പമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാൽ ദിക്റ്, ഓർത്തെടുത്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഓർത്തെടുത്ത് ഉൾക്കൊള്ളുന്നതിന് വേണ്ടി, ചിന്തിക്കുന്നതിന് വേണ്ടി. ഫഹൽ മിൻ മുദ്ദക്കിർ, ഉണ്ടോ ആരെങ്കിലും അതിനു വേണ്ടി തയ്യാറായിട്ടുള്ളത് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഹൃദയത്തിന് ആശ്വാസമാണ്. ഹൃദയത്തിന് ഒരു ആശ്വാസം നൽകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് സൂറത്ത് യൂനുസിൽ നമുക്ക് കാണാൻ സാധിക്കും. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. സൂറത്ത് യൂനുസിലെ 57-58 വചനങ്ങളാണ്. ഈ ആയത്തുകളെ പോലും ദുർവ്യാഖ്യാനിക്കപ്പെട്ട രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലെ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, പ്രവാചകരെ പറയുക, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടും മാത്രമാണ് ഈ വിശുദ്ധ ഖുർആൻ നമ്മളിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫബിദാലിക ഫൽയഫ്റഹു, അതിനാൽ നിങ്ങൾ ഈ ഖുർആൻ അവതീർണമായതിൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ എന്തെല്ലാം സ്വരുക്കൂട്ടുന്നുണ്ടോ ആ സ്വരുക്കൂട്ടുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ഈ വിശുദ്ധ ഖുർആനിലൂടെ നേടിയെടുക്കുന്നതാണ് എന്ന് ഖുർആൻ പറയുകയാണ്. ഈ ആയത്തിനെ പോലും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലും ഈ ആയത്ത് തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ആളുകൾ കാണാൻ സാധിക്കും. പക്ഷേ ഇത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅതുകും, ഇതാ നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്, മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള സദുപദേശമാണിത്. വശിഫാഉൽ ലിമാ ഫി സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുന്ന, ശമനം നൽകുന്ന, എല്ലാത്തരം രോഗങ്ങൾക്കും ശമനം നൽകുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ഇത് സന്മാർഗമാണ്, ഇത് വിശ്വാസികൾക്ക് കാരുണ്യമാണ് എന്ന് ഖുർആനെ സംബന്ധിച്ച് അല്ലാഹു തആല നമ്മളോട് പഠിപ്പിക്കുകയാണ്. ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്കാണ് ഈ വിശുദ്ധ ഖുർആൻ നമ്മളെ വഴി കാണിക്കുന്നത്. നമുക്കെല്ലാവർക്കും إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. إن هذا القرآن, നിശ്ചയമായും ഈ വിശുദ്ധ ഖുർആൻ, യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും അഖ്വമായ, ഒരു വളവും തിരിവുമില്ലാത്ത, വക്രതയില്ലാത്ത, നേരെ ചൊവ്വയായിട്ടുള്ള പാതയിലേക്ക് വഴി കാണിച്ചു തരുന്ന ഒരു ഗ്രന്ഥമാണ്. വയുബശ്ശിറുൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് സന്തോഷ വർത്തമാനം അറിയിക്കുന്ന ഗ്രന്ഥമാണ്. ആരാണ് വിശ്വാസികൾ? അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, അല്ലാഹും അവന്റെ പ്രവാചകനും പഠിപ്പിച്ചു കൊടുത്ത ഏതെല്ലാം അമലു സ്വാലിഹാത്തുകളുണ്ടോ അത് നിർവഹിക്കുന്ന, പ്രവർത്തിക്കുന്ന ആളുകളാണ്. അന്ന ലഹും അജ്റൻ കബീറ, തീർച്ചയായും ഇവർക്ക് ഏറ്റവും വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് സൂറത്തുൽ ഇസ്രായിലെ 9-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ഖുർആന്റെ പഠിതാക്കൾ എന്ന നിലയിൽ നമ്മൾ അറിയേണ്ടത് നമ്മളാണ് ഏറ്റവും ഉത്തമരായ ആളുകൾ എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നല്ലോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമ, ഈ ലോകത്ത് ഏതെല്ലാം വിദ്യാഭ്യാസ മേഖലകളുണ്ടോ ആ വിദ്യാഭ്യാസം നേടുന്നതിൽ നിന്നെല്ലാം ഏറ്റവും ഉത്തമമായ വിദ്യാഭ്യാസം എന്നെ സൃഷ്ടിച്ച്, എന്നെ പരിപാലിക്കുന്ന, ഈ ലോകത്തെ സൃഷ്ടിച്ച്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച്, ഇതിനെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ റബ്ബിനെ സംബന്ധിച്ചുള്ള തിരിച്ചറിവാണ്, അവന്റെ കലാമ് പഠിക്കലാണ്. അതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് ഖുർആനിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ ഖുർആൻ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ അഹ്ലുകാരാണ് അവർ. ആരാണ് ഈ അഹ്ലുകാർ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്,
ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെതായിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ. സഹാബത്ത് ചോദിക്കുകയാണ്, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് അള്ളാഹുവിന്റെ ആ ആളുകൾ എന്ന് പറഞ്ഞാൽ? ഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസ്സതു, അത് അല്ലാഹു അഹ്ലുൽ ഖുർആനാണ്, ഖുർആനിന്റെ ആളുകളാണ്, അള്ളാഹുവിന്റെ ആളുകളായിക്കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ആളുകളാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. ഖുർആൻ പഠിക്കാൻ ഒരുമിച്ച് ഇരിക്കുന്നതിലൂടെയുള്ള ശ്രേഷ്ഠതകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? ഇല്ലാ നസലത അലൈഹിം സക്കീന, ആ ഖുർആൻ പഠിക്കുന്നതിലൂടെ സമാധാനമാണ് നമുക്ക് ലഭിക്കുക. വഗശിയതുഹുമുർ റഹ്മ, ആ ഒരു സദസ്സിലേക്കൊന്ന് പോയിരുന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യം അവരിലേക്ക് ഇറങ്ങുകയാണ്. വഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ പൊതിയുകയാണ്. വദകറഹുമുല്ലാഹു ഫീ മൻ ഇൻദ, അള്ളാഹുവിന്റെ മുഖറബുകളായ മലക്കുകളുടെ അടുക്കൽ അവരെ സംബന്ധിച്ച് പറയുകയും പേരെടുത്ത് പറയുകയും ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത്രയും ഗൗരവമേറിയ ഒരു പഠനമാണ് നമ്മൾ നടത്തുന്നത് എന്ന ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് ഖുർആനിനെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം ഖുർആൻ മുറുകെ പിടിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൻ തദില്ലു, ഒരിക്കലും നിങ്ങൾ പിഴച്ചു പോകില്ല, മാർഗഭ്രംശനം നിങ്ങൾക്ക് സംഭവിക്കില്ല. വലൻ തഹ്ലികു ബഅദഹു അബദ, ഒരിക്കലും നിങ്ങൾ നാശത്തിലേക്ക് അകപ്പെടുകയില്ല ഈ വിശുദ്ധ ഖുർആനെ നമ്മൾ മുറുകെ പിടിക്കുന്നതിലൂടെ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. മനസ്സിലെ പ്രയാസങ്ങൾ നീങ്ങാൻ ഈ വിശുദ്ധ ഖുർആനിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാം, സുദീർഘമായ ഒരു പ്രാർത്ഥനയാണ്. അതിൽ പറയുന്നത് എന്താ? അൻതജഅലൽ ഖുർആന റബീഅ ഖൽബി, റബ്ബേ ഈ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണമേ. വനൂറ സദ്രി, എൻ്റെ ഹൃദയത്തിന്റെ പ്രകാശമാക്കണമേ. വജിലാഹ ഹുസ്നി, എൻ്റെ ദുഃഖങ്ങൾ നീക്കുന്നതാക്കണമേ. വദഹാബ ഹമ്മി, എൻ്റെ വിഷമങ്ങൾ മാറ്റുന്നതാക്കണമേ. അപ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ ഇത്തരം പ്രയാസങ്ങളെല്ലാം മാറ്റി തന്നുകൊണ്ട് എൻ്റെ ഹൃദയത്തിന് ഒരു സന്തോഷമുണ്ടാക്കി തരുന്ന ഒരു ഗ്രന്ഥമാക്കി ഈ വിശുദ്ധ ഖുർആനിനെ മാറ്റിത്തരണമേ എന്ന പ്രാർത്ഥനയും നമ്മൾ നിരന്തരം നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഇങ്ങനെയുള്ള ഒരു ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ നമുക്ക് പഠിക്കാൻ, നമുക്ക് ചിന്തിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലേ? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ചോദിക്കുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഖുർആനിലുള്ള അല്ലാഹു ചോദിക്കുന്നതാ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഉറ്റാലോചിക്കുന്നില്ല എന്നാ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, ഹൃദയത്തിൽ നിങ്ങൾ പൂട്ടുവെച്ചിരിക്കുകയാണോ? അതുകൊണ്ട് നമുക്ക് മനസ്സ് തുറന്നുകൊണ്ട് ഖുർആനിനെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഖുർആൻ പഠിതാക്കളായി മാറാൻ കേരള നിദബത്തുൽ മുജാഹിദീന്റെ യുവജന വിഭാഗമായ ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ എല്ലാ ശാഖകളിലും ആയിക്കൊണ്ട് QHLSന്റെ സെന്ററുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സൂറത്തുൽ അംബിയ ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പഠിക്കുന്ന ഖുർആനിനെ തദബ്ബുർ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് ഉണർത്തുകയാണ്. ഇന്ന് തന്നെ നമ്മുടെ യൂണിറ്റുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഖുർആൻ പഠനത്തിന്റെ ഒരു ശാഖ അവിടെ ഇല്ല എങ്കിൽ, സെന്റർ ഇല്ല എങ്കിൽ, നിങ്ങൾ ഇറങ്ങിക്കൊണ്ട് തന്നെ അവിടെ ശാഖയുടെ പ്രതിനിധികളെ കണ്ടുകൊണ്ട് ഇന്ന് തന്നെ ആ ശാഖയിൽ സെന്ററുകൾ, ഖുർആൻ പഠിതാക്കളുടെ ഒരു ഖുർആൻ പഠന സെന്റർ, QHLSന്റെ സെന്റർ ആരംഭിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുക. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.